ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ദേ നേന്ത്രപ്പഴം വെച്ചിട്ടൊരു നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായി നല്ലൊരു 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് അടുപ്പിലോട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് നെയ്യാണ് കേട്ടോ. ഇത്രയും നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ നെയ്യ് നന്നായി ചൂടായി വന്നപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ നേന്ത്രപ്പഴമില്ലേ, അത് നമുക്കിതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിലില്ലേ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് എന്താ പറയുക, നല്ല ഉടയുന്ന പോലെ കിട്ടണം. നല്ലൊരു യെല്ലോയിഷ് കളറായി നല്ല ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ. നല്ലൊരു യെല്ലോയിഷ് കളറാകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ കളർ ആകുമ്പോൾ നമുക്ക് പിന്നെ ഈ നേന്ത്രപ്പഴം ഉടച്ചു കൊടുക്കാൻ തുടങ്ങാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാനുണ്ട്. ഈ നേന്ത്രപ്പഴം നമ്മുടെ നെയ്യിൽ നന്നായിട്ട് ഉടഞ്ഞ് വരും. പക്ഷെ ഇത് ഞാൻ എടുത്ത പഴം അത്ര പഴുത്ത പഴമല്ല. അപ്പം കുറച്ച് ഇതൊരു ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തവി ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇവിടെ നേന്ത്രപ്പഴം ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാര കേട്ടോ. ഞാനിവിടെ 2 സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മുടെ പഴവും ഈ പഞ്ചസാരയും നന്നായിട്ടൊന്ന് ആഡാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ. ഞാൻ കുറച്ച് സമയമെടുത്ത് ഇത് നന്നായിട്ട് മിക്സായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അടുത്തതായി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 പിടി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്രയും മതി. ഈ 2 പഴത്തിന് 1 പിടി തേങ്ങ ധാരാളമാണ്. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി നമ്മുടെ ഈ പഴത്തിലോട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ കുറച്ചൊന്ന് വാടിക്കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മിക്സായത് നമുക്ക് മനസ്സിലാവും. നന്നായിട്ട് വാടണം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ റവയാണ്. ഞാനിവിടെ 1 ഗ്ലാസ് റവയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റവയും കൂടി നമ്മുടെ ഈ പഴത്തിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഒരു 10 മിനിറ്റോ മറ്റും ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം നമ്മുടെ പഞ്ചസാര ആയാലും തേങ്ങയായാലും റവയായാലും നമ്മുടെ പഴത്തിലോട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം തണയാൻ വേണ്ടി വെക്കാം. ഒരു തണുത്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഇപ്പം ചപ്പാത്തിയുടെ മാവില്ലേ, ഇതേപോലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി ഈ മാവില്ലേ ചെറിയ ബോളായിട്ട് എടുക്കണം. ഈ ഞാൻ എടുക്കുന്നത് പോലെ ചെറിയ ബോളായിട്ട് കൈയോട് തന്നെ നമുക്കൊരു ചെറിയ ബോളായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് ബോളാക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും ബോൾസ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസിലോട്ട് അടുത്ത ചട്ടിയും കൂടി വെച്ച് കൊടുക്കാം. ഇതിലാട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പലഹാരം മുങ്ങിക്കിടക്കുന്നത് വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനത്
നമ്മുടെ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ മെല്ലെ മെല്ലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടുമ്പോൾ നമുക്കൊന്ന് ഒരു തവി ഉപയോഗിച്ച്, അതായത് ഇതേപോലെ നമ്മുടെ ഈ തവി ഉപയോഗിച്ച് ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്കിത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് വെന്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ അടുത്ത ട്രിപ്പ് ഞാൻ ഇതേപോലെ ചെയ്തു. അടുത്ത പ്രാവശ്യം ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ല ബ്രൗണിഷ് കളറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തത് ഒരു 3-4 ആൾക്കാർക്ക് മാത്രം കേട്ടോ കഴിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ ഈ 2 നേന്ത്രപ്പഴം എടുത്ത സ്ഥാനത്ത് ഒരു 4-5 നേന്ത്രപ്പഴം എടുക്കുക. പിന്നെ അതേപോലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടി കൂട്ടുക. അപ്പോൾ അതാ നേന്ത്രപ്പഴം വെച്ചുള്ള എൻ്റെ ഒരു അടിപൊളി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയാലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.